ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ ഒരു ഫോക്സി ഹോളിഡേയ്സിൻ്റെ ഒരു അടിപൊളി വണ്ടിയായിട്ടാണ്. പ്രകാശിലുള്ള BMR-ലുള്ള ഒരു വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ DC മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എന്നത്തെ പോലെ മുൻഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. മുൻഭാഗത്ത് തുടങ്ങുകയാണെങ്കിൽ ഫോക്സിൻ്റെ അടിപൊളി ഒരു ഫോണിലൊരു പേര് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ തന്നെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്, വി ടേക്ക് യുവർ ഹാപ്പിനെസ് എന്നുള്ളൊരു ചെറിയൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് നോക്കുവാണെങ്കിൽ ഒരു BMR തന്നെ നല്ലൊരു പ്രസൻസ് കിട്ടുന്ന നല്ലൊരു സ്റ്റൈലും ഡിസൈനാണ്. ഗ്രാഫിക്സ് ഒന്നും വന്നിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണെങ്കിൽ പോലും നല്ലൊരു സ്റ്റൈലും വണ്ടിയാണ്. നമ്മളൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്ന ഒരു ശ്രദ്ധിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതിൽ എഡിഷൻ നെയിമും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. മുൾഭാഗത്ത് വലിയ രീതിയിലുള്ള ഫോക്സിൻ്റെ നെയിമിങ് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ താഴേക്ക് വരുവാണെങ്കിൽ ഒരു ചെറിയൊരു ബാർ ലൈറ്റും അതുപോലെ തന്നെ എക്സ്ട്രാ 2 ഫോഗ് ലാംപ്സ് ഒക്കെ വെച്ച് നല്ല ക്ലാസ് ആക്കിയിട്ടുണ്ട്. നല്ല കാണാൻ തന്നെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗ്രിൽ ലൈറ്റ്സ് വന്നിട്ടുണ്ട്, ഗ്രിൽ ലൈറ്റ്സ് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ മുൻഭാഗത്തുള്ളത്. പിന്നെ ഈ സാധാരണ വരുന്ന രീതിയിലുള്ള മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, റൂഫ് ലാംപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു തലയെടുപ്പുള്ള രീതിയിലുള്ള ഒരു ഇതാണ്. BMR തന്നെ ഇത്രയും കാലത്ത് കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടുള്ളൊരു BMR ആണിത്. അടിപൊളി ഡിസൈനാണ്, പ്രകാശിൻ്റെയാണ്. പിന്നെ പ്രകാശിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മുൻഭാഗത്തുള്ളത്. ഇനി നേരെ വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഡിസൈനുകൾ കളർ കോഡിൻ്റെ ഇതുകൊണ്ട് തന്നെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫോക്സിയുടേതായ രീതിയിലുള്ള ഒരു നെയിമിങ് ഇതിൻ്റെ പിൻഭാഗത്തും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുൻഭാഗത്ത് കണ്ട രീതിയിലുള്ള ക്യാപ്ഷൻ ഇവിടെയും വന്നിട്ടുണ്ട്, വി ടേക്ക് യുവർ ഹാപ്പിനെസ് എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫോക്സിൻ്റെ ഇതും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ വശങ്ങളിലേക്കുള്ളത്. നല്ല ഒരു പ്ലെയിൻ ആയിട്ടാണെങ്കിൽ പോലും നല്ല സ്റ്റൈലായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. നല്ല രസമുള്ള രീതിയിലുള്ള കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വൈറ്റ് എന്ന് പറയുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള വൈറ്റാണ്. നല്ല രീതിയിൽ നല്ല ഒരു തൂവെള്ള എന്ന് പറയുന്ന രീതിയിലുള്ളൊരു വൈറ്റാണുള്ളത്. പിന്നെ ഇവരുടെ തന്നെ Z1 ഇവിടെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു BMR കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു BMR എടുക്കാന്നുള്ളൊരു ഇതിലേക്കാണ്. ഇത് ഇവരുടെ Z1 ആണ്. ഇതിനെ നമുക്ക് ഫ്യൂച്ചറിൽ എപ്പോഴും പറ്റുന്ന പോലെ ചെയ്യാം. പിന്നെ ഇതാ ഈ ഒരു മുകൾ ഭാഗത്തൊക്കെ നമുക്ക് ലൈറ്റ് കാണാൻ പറ്റും. ഇതാ ഇവിടെയൊക്കെ ഒരു മഞ്ഞ ലൈറ്റ്സ് ഈ ഭാഗത്തും നേരെ മറുഭാഗത്തും കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ പിൻഭാഗത്തും കാര്യമായ രീതിയിലുള്ള ഗ്രാഫിക്സ് കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാലും നല്ല പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എഡിഷൻ നെയിമൊന്നും ഇതിൽ വന്നിട്ടില്ല. പ്രകാശിൻ്റെ ബാഡ്ജിങ് ഇവിടെ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ട് നല്ല പ്ലെയിൻ നീറ്റായിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല നീറ്റാണ് ഇത് കാണാൻ തന്നെ. പിന്നെ ഫോക്സി എന്നുള്ളൊരു ഇതും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വേൾഡ് മാപ്പിൻ്റെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട് ഡിക്കീൻ്റെ പുറത്തായിട്ട്. പിന്നെ ഇതിൻ്റെ ലേഡറിൻ്റെ ബാക്കിയൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും 3 റൂഫ് ലാംപ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യമാണ് ഇതിൻ്റെ വശങ്ങളിലുള്ളത്, പിൻഭാഗത്തുള്ളത്. നേരെ മറുവശത്തേക്ക് പോവുകയാണെങ്കിൽ നേരെ മറുഭാഗത്ത് കണ്ട രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഈ വശത്തും കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഈ ഭാഗത്ത് എമർജൻസിയുടെ ഒരു എക്സിറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റെപ്പും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഓവറോൾ പുറത്തുള്ളത്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി കാണാം. അപ്പോൾ ഇതിൻ്റെ ഡോറ് ഈ രീതിയിലാണ് സ്ലൈഡ് ചെയ്ത് തുറക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാബിൻ്റെ ഉള്ള കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടെ അടുത്ത് വന്നാൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ക്യാബിൻ്റെ ഉള്ളിലേക്ക് നോക്കുവാണെങ്കിൽ ഈ രീതിയിലാണ്. എൻ്റെ കൈ കുറച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ലൈലൈനിൻ്റെ ആണ് ചേസും എഞ്ചിനും വന്നിട്ടുള്ളത്. ഈ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റിയറിങ്ങും അതിൻ്റെ കൺട്രോൾ പാനലൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ ഡ്രൈവർ സീറ്റ് ഈ രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ടീം, അതായത് വേവ് ടെക് ഡിജിറ്റൽ ഓഡിയോസ് കണ്ണൂർ തന്നെയുള്ള ടീമാണ്. ഇവരുടെയാണ് ഇതിൻ്റെ സൗണ്ട് സിസ്റ്റം വന്നിട്ടുള്ളത്. അടിപൊളിയാണ്. ഇതിന് മുന്നേ ചെയ്ത വണ്ടിയിലും ഇവരുടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതവിടെ നിയോൺസിൻ്റെ ഒക്കെ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു DSPൻ്റെ ഒക്കെ ഒരു ക്യാബിനാണ്. പിന്നെ മുകൾ ഭാഗത്തും ഒരു ഡോറയ്ക്കുള്ള ഒരു ക്യാബിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരെ പിൻഭാഗം ഇവിടെയാണ് ആമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ ആമ്പ് അടിപൊളിയായിട്ട് തന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്വിച്ചസും കാര്യങ്ങളും മിക്സറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ്സ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിനുള്ളത്. പിന്നെ സാധാരണ വരുന്ന രീതിയിലുള്ള സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡ്രൈവർ ക്യാബിനിൽ സ്പീക്കേഴ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. സോണീൻ്റെ ആണ് വന്നിട്ടുള്ളത്. പിന്നെ ചെറിയൊരു മുകളിലേക്കുള്ള ഒരു ചെറിയൊരു ഡോറും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഡോറും കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രീം ക്യാച്ചറും ഫാൻസൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കാര്യമായ ആർഭാടങ്ങളോ പിന്നെ അതുപോലെ തന്നെ ഡ്രീം ക്യാച്ചറോ പഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും
കൊടുത്തിട്ടില്ല. പിന്നെ എയറിൻ്റെ ആണ് ഡോറും വന്നിട്ടുള്ളത്. ഇനി നേരെ നമുക്ക് ഉള്ളിലേക്ക് പോകാനാണെങ്കിൽ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അടിപൊളിയാണ് കാണാൻ. നിയോൺസിൻ്റെ അതുപോലെ തന്നെ പിക്സലിൻ്റെ ഒക്കെ ലാംപ്സ് ഒക്കെ കൊടുത്ത് ക്ലാസ് ആക്കിയിട്ടുണ്ട്. നമ്മൾ സാധാരണ മുന്നിൽ നിന്നാണ് തുടങ്ങിയത്, പക്ഷേ നമ്മൾ നേരെ പിൻഭാഗത്തേക്ക് പോയിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സബിൻ്റെ കവറിങ് നിയോൺസ് ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും നിയോൺസ് വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇതാണ് ഈ രീതിയിലാണ് സബ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ മുകൾ ഭാഗത്തും നിയോൺസ് കൊടുത്തിട്ടുണ്ട് ഈ രീതിയിൽ. പിന്നെ ഇവിടെ പിക്സൽ ലാംപ്സും സൈഡ് വശങ്ങളിൽ നല്ല രീതിയിൽ പിക്സൽ ലാംപ്സും, റൂഫൊക്കെ പിക്സലിലാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഫോക്സി ഹോളിഡേയ്സിൻ്റെ നെയിമിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ പയനിയറിൻ്റെയാണ് ഉള്ളിലേക്ക് സ്പീക്കേഴ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുള്ള ലൈറ്റ്സും വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണിത്. ഇനി നേരെ നമുക്ക് മുൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ടി വി വന്നിട്ടുണ്ട്. 32 ഇഞ്ചിൻ്റെയാണ് ടി വി വന്നിട്ടുള്ളത്. അതിന് മുമ്പ് നമുക്ക് ഈ ഡോറും കൊണ്ട് അടക്കാം. അപ്പോൾ ഇതാ 32 ഇഞ്ചിൻ്റെ ടി വി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് അവിടെ മൊബൈലിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ്സ് കാണുവാണെങ്കിൽ ഈ രീതിയിലാണ് സീറ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലെഗ് സ്പേസ് ഒക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫോക്സി ഹോളിഡേയ്സിൻ്റെ ബാഡ്ജിങ് ഉള്ള ഒരു കവറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നേരെ മുകളിൽ റൂഫിൽ നോക്കുവാണെങ്കിൽ എല്ലാ ഇതിലും ഫാനൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ചാർജിങ്ങിൻ്റെ ഓപ്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. 2 മൊബൈൽ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ ഉൾഭാഗത്തെ സെറ്റിങ്സ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം നല്ല അടിപൊളിയായിട്ടുള്ള മ്യൂസിക് സിസ്റ്റമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ണൂരിലൊരു ടീമാണ്, വേവ് ടെക് എന്ന് പറഞ്ഞ ടീമാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത്. എനിക്ക് കണ്ട് നല്ല ക്വാളിറ്റി തോന്നുന്നുണ്ട്. എന്താ ഞാൻ ഒന്ന് പാട്ട് കേൾപ്പിച്ച് തരാം. നോൺ കോപ്പി റൈറ്റ് മ്യൂസിക്കുള്ളൊരു സൗണ്ടുള്ളത് വെച്ചിട്ട് ഒന്ന് കേൾപ്പിച്ച് തരാം. ഈ രീതിയിലാണ് ഇതിൻ്റെ ഓൾമോസ്റ്റ് സെറ്റിങ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മ്യൂസിക്കിൻ്റെ സെറ്റിങ്സും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഒന്ന് നോൺ കോപ്പി റൈറ്റിൻ്റെ ഒരു മ്യൂസിക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോക്സി ഹോളിഡേയ്സിൻ്റെ BMRലുള്ള ഈ ഒരു വണ്ടിയുടെ വിശേഷങ്ങളുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള വണ്ടിയുടെ വിശേഷം കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. കുറച്ചും കൂടെ ബാക്കി ബസ്സുകൾ കൂടിയുണ്ട്, അതിൻ്റെയും കൂടെ വീഡിയോ നമുക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പിടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.